بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയും ഉണർത്തുകയുമാണ്. കക്ഷിത്വം എന്തുകൊണ്ട്, ഐക്യത്തിൻ്റെ സാധ്യതകൾ എന്ത് എന്നീ വിഷയങ്ങളിലാണ് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പാശമായ ദീനുൽ ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനിനെയും മുറുകെ പിടിച്ച് ജീവിക്കുവാൻ കൽപ്പിച്ച മുസ്ലിമീങ്ങൾക്കിടയിൽ കക്ഷിത്വം എന്തുകൊണ്ട് എന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. വിശിഷ്യ സംഭവ ബഹുലമായ ഈ വർത്തമാന സാഹചര്യത്തിൽ ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് കക്ഷിത്വം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്, വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയുമാണ്. കക്ഷിത്വം ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശനിഷ്ഠയുള്ളവരെയും സത്യത്തിന് കക്ഷി ചേരുന്നവരെയും തിരിച്ചറിയുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ് കക്ഷിത്വം എന്നുള്ളത്. അലിഫ് ലാം മീം അഹസിബൻ നാസ് അൻ യുത്റഖു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. അലിഫ് ലാം മീം അഹസിബൻ നാസ് അൻ യുത്റഖു, ജനങ്ങൾ വിചാരിക്കുകയാണോ തങ്ങൾ ഉപേക്ഷിച്ച് വിട്ടേക്കപ്പെടുമെന്ന്? അൻ യഖൂലു ആമന്ന, തങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ, അപ്പോൾ തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മാത്രയിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടാതെ അവർ വിശ്വാസികൾ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുകയാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഈ ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അങ്ങനെ വിചാരിക്കേണ്ട, പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പിക്കാനാണ്. കാരണം അള്ളാഹുവിൻ്റെ സുന്നത്ത് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. വലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, സത്യസന്ധന്മാർ ആരാണ് എന്നും വ്യാജന്മാർ ആരാണ് എന്നും അള്ളാഹുവിനെ അറിയുക തന്നെ വേണം.
അപ്പോൾ ആദർശത്തിൽ നിഷ്ഠയുള്ളവർ ആര്, ആദർശത്തിൽ കളങ്കമുള്ളവരും കളവുള്ളവരും ആര്, ഇത് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണങ്ങൾക്ക് വിവിധ മുഖങ്ങളും വിവിധ തലങ്ങളുമാണ്. അതിലൊരു തരമാണ് ഇടയിൽ കാലങ്ങളിലായി കടന്നു വരുന്നതായ ഇത്തരം കക്ഷിത്വങ്ങൾ. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്. വിശ്വാസികൾ തങ്ങളുള്ള പാട്ടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിശ്വാസികളെ വിടുകയില്ല. പിന്നെയോ ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്, അല്ലാഹു നല്ലതിൽ നിന്ന് വൃത്തികെട്ടതിനെ മ്ലേച്ഛമായതിനെ വേർതിരിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കിടയിൽ പരീക്ഷണങ്ങളെ അവതരിപ്പിക്കുകയും അങ്ങനെ ത്വയ്യിബിനെ ഖബീസിൽ നിന്ന് വേർതിരിച്ച് ത്വയ്യിബ് ഏത്, ഖബീസ് ഏത്, മ്ലേച്ഛമായതേത്, നല്ലതേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കും. ഇത് അല്ലാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കക്ഷികളായി പിരിയുക എന്നുള്ളത് നമുക്ക് പറഞ്ഞ കാര്യമല്ല. പക്ഷെ കക്ഷിത്വം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഒരു സുന്നത്താണ്. ആ സന്ദർഭത്തിൽ ആദർശത്തിൻ്റെ ചൂരും ആദർശത്തിൻ്റെ ചൊറുക്കും അത് ആർക്കാണുള്ളത്, അതിൽ ആരാണ് നിലയുറപ്പിക്കുന്നത്, സത്യസന്ധന്മാരാര്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ച് കഴിഞ്ഞാൽ ഫതഫ്ശലു, നിങ്ങൾ ബലം കെട്ടവരും വതദ്ഹബ റീഹുകും, നിങ്ങളുടെ വീര്യം കെട്ടവരുമായി നിങ്ങൾ മാറും. അപ്പോൾ ഭിന്നിപ്പിൻ്റെ ഫലം അല്ലാഹു പറയുകയാണ്, അത് നമ്മുടെ ബലം കെടുത്തും, നമ്മളെ ക്ഷയിപ്പിക്കും, നമ്മുടെ വീര്യവും നമ്മുടെ ഊക്കും അത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്രകാരം അല്ലാഹു നമ്മളോട് പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ കക്ഷികളാകരുത്, നിങ്ങൾ ഫിർഖത്തുകളായിട്ട് കക്ഷികളായിട്ട് മാറരുത്. അപ്പോൾ കക്ഷികളാകുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിരോധിക്കുകയും നമ്മൾ ഭിന്നിക്കാതെ ഐക്യത്തിലാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ കക്ഷിത്വം ഇവിടെ പരീക്ഷണമായിട്ട് ഉണ്ടാവുമെങ്കിലും നമ്മൾ കക്ഷികളായി പിരിയുവാനോ ഭിന്നിക്കുവാനോ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്നത്. സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന തഫറഖു, കക്ഷികളായി വഴിപിരിഞ്ഞവരെ പോലെ, വഖ്തലഫു, ഭിന്നിക്കുകയും ചെയ്തവരെ പോലെ, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ പ്രമാണങ്ങളും തെളിവുകളും വന്നെത്തിയതിന് ശേഷം. അപ്പോൾ വ്യക്തമായ നിദർശനങ്ങൾ വന്ന് എത്തിയതിന് ശേഷം ഭിന്നിച്ചവരുണ്ട്, കക്ഷികളായി വഴിപിരിഞ്ഞവരുണ്ട്. അവരെ പോലെ നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓതുമ്പോൾ നമ്മൾ കക്ഷിത്വത്തിനും വിഭാഗീയതക്കും എതിരാണ്. നമ്മൾ കക്ഷിത്വങ്ങൾക്ക് അതീതമായി നമ്മൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് ഹക്കിൽ ഐക്യപ്പെട്ട് കഴിയേണ്ടവരാണ് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കക്ഷിത്വം അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായി ഇവിടെ തുടരുമ്പോഴും നമ്മൾ ഹക്കിൽ ഒന്നിക്കുന്നവരും അള്ളാഹുവിൻ്റെ പാശ മുറുകെ പിടിച്ച് സത്യത്തിൽ നിലയുറപ്പിച്ച് ജീവിക്കേണ്ടവരാണ്. കക്ഷിത്വമാകുന്ന പരീക്ഷണത്തിൽ ആളായി നമ്മൾ ആപതിക്കുവാനും നശിക്കുവാനും പാടുള്ളതല്ല. ഇത് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇതേപോലെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുസ്ലിം ഉമ്മത്ത് കക്ഷികളായി വേർപിരിയുകയും കക്ഷികളായി ഭിന്നിക്കുകയും ചെയ്യും
എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ സൂചനകൾ വരുന്നതായ വചനങ്ങൾ അല്ലെങ്കിൽ കക്ഷികളായി വേർതിരിയുമെന്ന് അറിയിക്കുന്നതായ തിരുമൊഴികൾ നമ്മൾ കേൾക്കുമ്പോൾ അത് കക്ഷികളായി നമ്മൾ പിരിയണം എന്ന കൽപ്പനയെ ഉൾക്കൊള്ളുന്നതല്ല. പ്രത്യുത കക്ഷികളായി വഴികേടി വഴിപിരിഞ്ഞ് നമ്മൾ നാശകർത്തത്തിൽ ആപതിക്കുന്നതിനെ കുറിച്ചുള്ള അപായ സൂചനയും മുന്നറിയിപ്പുമാണ് ആ വചനങ്ങളിലുള്ളത്. ഒട്ടനവധി വചനങ്ങൾ തിരുനബിയിൽ നിന്ന് സഹിഹായി സ്ഥിരപ്പെട്ട് നമുക്ക് കാണാം. മുസ്ലിം ഉമ്മത്തിൽ കക്ഷിത്വം പെരുകുകയും അവർ ഭിന്നിച്ച് വഴിപിരിയുകയും ചെയ്യും എന്നത് അറിയിക്കുന്ന വിഷയത്തിൽ ഹദീസുൽ ഇഫ്തിറാഖ് എന്ന് പണ്ഡിതന്മാരുടെ അടുക്കൽ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. 16 സഹാബികളിൽ നിന്ന് ആ ഹദീസ് വാരിദാണ്, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ഹദീസ് വിവിധ പദപ്രയോഗങ്ങളിൽ സുനനുകളിലും അതേപോലെ മസാനീദുകളിലും ഇതര ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖതൻ, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും എന്നുള്ളതാണ്. ഇതാണ് വിവിധ പദപ്രയോഗങ്ങളിൽ 16 സഹാബികളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസിൻ്റെ ഒരു ഭാഗം. ഈ ഹദീസിനെ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ തന്നെ ഇമാം ഹാക്കിം, ഇമാം ദഹബി, അൽ ഹാഫിദ് സുയൂത്തി തുടങ്ങി ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാരെല്ലാം കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ചതായ ഹദീസാണ്. അതിൽ പറയുന്നത് ഉമ്മത്തികൾ 73 കക്ഷികളായി വഴിപിരിയും എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ ഇസ്നതാനി വസബഊന മിൻഹാ ഫിന്നാർ, അതിൽ 72 കക്ഷികൾ നരകത്തിലാണ് എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വവാഹിദത്തുൻ ഫിൽ ജന്ന, ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. വഹിയൽ ജമാഅ, അതാണ് അൽ ജമാഅത്ത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടർന്ന് വിശദീകരിക്കാനുള്ള ഒരു ഭാഗമാണ്. ഐക്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയാനുള്ള ഒരു വിഷയമാണത്. അപ്പോൾ ഉമ്മത്തികളിൽ കക്ഷിത്വം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കക്ഷികളാകുവാനല്ല, പ്രത്യുത കക്ഷിത്വത്തെ തൊട്ടുള്ള മുന്നറിയിപ്പ് നൽകുവാനും നാശകർത്തത്തിൽ ആപതിക്കുന്ന കക്ഷിത്വം ഏത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരുവാനുമാണ് തിരുനബി അപ്രകാരം പറഞ്ഞത്. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളെ പിൻപറ്റും. സുനൻ എന്ന് പറഞ്ഞാൽ ചര്യകൾ. ഈ ഹദീസിന്റെ മറ്റൊരു പ്രയോഗത്തിൽ സനന മൻ കാന ഖബ്ലകും എന്നാണ്. സനൻ എന്ന് പറഞ്ഞാൽ വഴികൾ, മാർഗങ്ങൾ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻ കഴിഞ്ഞവരുടെ മാർഗങ്ങൾ എങ്ങനെ പിൻപറ്റും? ചില റിപ്പോർട്ടുകളിൽ ഹദ്വൽ ഖുസ്സതി ബിൽ ഖുസ്സ എന്നാണ്, ചില റിപ്പോർട്ടുകളിൽ ഹദ്വൻ നാലി ബിൻ നാൽ, ചില റിപ്പോർട്ടുകളിൽ ഷിബ്റൻ ബി ഷിബ്രിൻ വദിറാഅൻ ബി ദിറാ. എന്താ? ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും പൂർവ്വഗാമികളെ. ചിലതിൽ ഒരേ നിരയിൽ വെച്ച ചെരുപ്പുകൾ എങ്ങനെയാണോ അപ്രകാരം പൂർവ്വകാലത്തുള്ളവരെ മുസ്ലിം സമുദായം പിൻപറ്റുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുമെന്നാണ്. ഹദ്വൽ ഖുസ്സ ബിൽ ഖുസ്സ എന്ന് പറഞ്ഞാൽ ഒരേ നിരയിൽ നിവർത്തി വെച്ച അമ്പ്, ആ അമ്പിന് തൂവലുകൾ ഉണ്ടാകും. അത് എപ്രകാരമാണോ ക്രമത്തിൽ, അതേപോലെ മുസ്ലിം ഉമ്മത്ത് പൂർവ്വഗാമികളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബിയോട് ചോദിച്ചത് അൽ യഹൂദു വൻ നസാറ, ജൂത ക്രൈസ്തവരെ പിൻപറ്റുമെന്നാണോ തിരുനബിയെ നിങ്ങൾ പറയുന്നത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് ഫമൻ, പിന്നെ ആരാണ് അവരല്ലാതെ? അപ്പോൾ ജൂത ക്രൈസ്തവരെ ഉമ്മത്ത് അനുധാവനം ചെയ്യുകയും അനുഗമിക്കുകയും ചെയ്യുമെന്ന് തിരുനബിയുടെ മുന്നറിയിപ്പ്. എന്താ ജൂത ക്രൈസ്തവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത അവർ കക്ഷികളായി വഴിപിരിഞ്ഞു, ധ്രുവീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇഫ്തിറാഖിന്റെ ഹദീസിന്റെ തുടക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 ഫിർഖതൻ
നിങ്ങളുടെ മുമ്പുള്ള വേദത്തിൻ്റെ ആളുകൾ 72 കക്ഷികളായി വേർപിരിഞ്ഞിട്ടുണ്ട്. അപ്പം കക്ഷികളായിട്ട് വേർപിരിയുകയും വഴിതിരിയുകയും ചെയ്യുക എന്നുള്ളത് അത് ജൂദായിസമാണ്, അത് ക്രൈസ്തവരുടെ രീതിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് ഈ ഉമ്മത്തും അങ്ങനെ കക്ഷികളായി വഴിപിരിയുന്ന ധ്രുവീകരിക്കപ്പെടുന്നതായ അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ലമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹീഹായ ഹദീസിൽ തിരുനബി പറയുന്നത്, ഇന്നഹാ സതകൂനു ഫിത്നതുൻ വഫുർഖതുൻ വഖ്തിലാഫ്. ഇന്നഹാ സതകൂൻ, നിശ്ചയം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തുണ്ടാകും? ഫിത്നതുൻ, പരീക്ഷണം. വഫുർഖതുൻ, ഭിന്നിപ്പ്, കക്ഷിത്വം. വഖ്തിലാഫ്, അഭിപ്രായ ഭിന്നത. അപ്പൊ അഭിപ്രായ ഭിന്നതയും കക്ഷിത്വവും ഫിത്നയും ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ്. ഈ തിരുമൊഴികളൊക്കെ അറിയിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുന്നറിയിപ്പ് എന്നോണം, അപായ സൂചന എന്നോണം തിരുനബി ജീവിച്ച നാളിൽ തന്നെ വരാനിരിക്കുന്നതായ ഈ കക്ഷിത്വത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അപായ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസിൽ ഇമാം തുർമുദിയുടെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഒരിക്കൽ ഉപദേശിക്കുകയുണ്ടായി. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നത്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങൾക്കൊരു വഅദ് നൽകി, ഉപദേശം നൽകി. എങ്ങനെയുള്ള വഅദാണ്, ഉപദേശമാണ്? മൗഇദതൻ ബലീഗതൻ, അർത്ഥവത്തായ അർത്ഥസമ്പുഷ്ടമായ ഉപദേശമാണ് നൽകിയത്. ആ ഉപദേശം കേട്ടപ്പോൾ അതാണ് ദറഫത് മിൻഹൽ ഉയൂൻ വജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ പേടിച്ചു പോയി, കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. അങ്ങനെയുള്ള ബലീഗത്തായ ഉപദേശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. സഹാബത്ത് ചോദിച്ചു പോയി എന്നാണ്, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിന. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങളുടെ ഈ സാരോപദേശങ്ങൾ അത് ഒരു വിടവാങ്ങുന്നവൻ്റെ ഉപദേശം പോലുണ്ടല്ലോ. അതുകൊണ്ട് ഫൗസിന, ഒരു വിടവാങ്ങുന്നവൻ്റെ ഉപദേശം പോലെയാണ് നിങ്ങളുടെ ഈ ഉപദേശം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വസിയ്യത്ത് നിങ്ങൾ പറഞ്ഞാലും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു എന്നാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും അതേപോലെ തന്നെ സമ്മൻ താഅത്ത്, ഭരണാധികാരിയെ അനുസരിക്കുക, അനുസരണ പ്രതിജ്ഞയിൽ ജീവിക്കുക തുടങ്ങിയ വസിയ്യത്ത് നൽകിയതിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നഹു മൻ യഇശ് മിൻകും സയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങളിൽ നിന്ന് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിരിക്കുന്നു എന്നാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന കുറേ അഭിപ്രായ വ്യത്യാസങ്ങളെ, ഇഖ്തിലാഫിനെ കുറിച്ച് അവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇഖ്തിലാഫ് ഇഫ്തിറാഖ് പോലെയല്ല. ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇഖ്തിലാഫ് അത് ഇഫ്തിറാഖിലേക്ക് ചെന്നെത്തുകയും ഇഖ്തിലാഫ് മൂത്താൽ അത് കക്ഷിത്വമായിട്ട് പരിണമിക്കുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതി ഇഖ്തിലാഫിനുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തിരുനബി കക്ഷിത്വത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി എന്നത് പറയുമ്പോൾ ഈ ഹദീസ് കൊണ്ട് ആ ആശയത്തെ ബലപ്പെടുത്തുന്നത്. ഇമാം മുസ്ലിം സഹീഹിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം അബൂ ഹുറൈറയിൽ നിന്നും മറ്റും റിവായത്തുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ-നുജൂം അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അതതിസ് സമാഅ മാ തുഅദ് അന അമനത്തുൽ ലി അസ്ഹാബി ഫഇദാ ദഹബത് അത അസ്ഹാബി മാ യുഅദൂൻ വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മതി ഫഇദാ ദഹബ അസ്ഹാബി അത ഉമ്മതി മാ യുഅദൂൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്. ഈ ഹദീസിൽ കുറേ ആശയങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്.
എന്താണ് ഹദീസ് അർത്ഥമാക്കുന്നത്? അൻ-നുജൂം ആമനത്തുൽ ലിസ്സമ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത് ആകാശത്തിന് സുരക്ഷയാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. ഫൈദ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് പോയാൽ അതത്തി സമാഅ മാ തുഅദ്, മാനത്തിന് അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരികയായി. ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണയില്ലാതെ കത്തുന്ന താരഗണങ്ങൾ അത് മാനത്തിൽ നിന്ന് പോയാൽ, അത് ഉതിർന്നു വീണാൽ എന്താ സംഭവിക്കുക? മാനത്തിൻ്റെ ബലം കെടും, അത് കുഴയുകയും അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ട അന്ത്യനാൾ അത് സംഭവിക്കുകയുമായി. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരമാണ് ആശയം വ്യക്തമാക്കുന്നത്. പിന്നീട് തിരുനബി പറയുന്നത്, വഅന അമനത്തുൽ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിനുള്ള സുരക്ഷയാണ്. തിരുനബി സഹാബികൾക്കിടയിൽ ജീവിക്കുക എന്നുള്ളത് അവർക്ക് സുരക്ഷയാണ്. ഫൈദ ദഹത്, ഞാൻ പോയാൽ അത അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സഹാബത്തിന് അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വരികയായി. ഇതാണ് തിരുനബി പറഞ്ഞത്. അപ്പോൾ തിരുനബി സുരക്ഷയാണ് സഹാബത്തിന്. പക്ഷെ തിരുനബി മരണം വരിച്ച് യാത്രയായാൽ തിരുനബിയുടെ വിയോഗാനന്തരം സഹാബത്തിന് അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വരികയായി എന്ന് പറഞ്ഞാൽ എന്താ? തിരുനബി ജീവിച്ച നാളിൽ അവിടെ അനൈക്യമല്ല, കക്ഷിത്വമല്ല, ബിദ്അത്തുകൾ മേൽക്കോയ്മ നേടിയില്ല. അപ്പൊ തിരുനബി ബിദ്അത്തുകളിൽ നിന്നും തന്നിഷ്ടങ്ങളിൽ നിന്നും കക്ഷിത്വത്തിൽ നിന്നും ഗ്രൂപ്പ് വഴക്കുകളിൽ നിന്നുമൊക്കെയായിരുന്നു സഹാബത്തിന് സുരക്ഷ. പക്ഷെ തിരുനബി പോയാൽ എന്താ പറഞ്ഞത്? അത അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സഹാബത്തിന് അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വരികയായി എന്നാണ്. തിരുനബിയുടെ വിയോഗാനന്തരം എന്താണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് സഹാബത്തിൽ സംഭവിക്കുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത പല പ്രശ്നങ്ങളും സഹാബത്ത് ഇവിടെ ജീവിച്ച നാളിൽ തലപൊക്കുകയും ഉടലെടുക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ കക്ഷിത്വത്തിൻ്റെ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ട് കക്ഷിത്വം, എങ്ങനെ കക്ഷിത്വം തീരും, എങ്ങനെ ഐക്യപ്പെടാനാകും എന്നുള്ള ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. തിരുനബിയുടെ വിയോഗാനന്തരം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഖിലാഫത്തിൽ ഇസ്ലാമിക നാടുകളിൽ കക്ഷിത്വം തലപൊക്കുകയോ അന്യ ചിന്തകളും വിമതസ്ഥരുടെ ആശയങ്ങളും മേൽക്കോയ്മ നേടുകയോ ചെയ്തില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വം അത് ഫിത്നകളുടെ കവാടം ഇസ്ലാമിക നാടുകളിലേക്ക് തുറക്കുകയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി വന്നതിൽ പിന്നെ ഹിജ്റയുടെ 34 വർഷത്തിൽ യമനിൽ നിന്നൊരു വ്യക്തി ഇബ്നു സൗദ, കറുത്ത പെണ്ണിൻ്റെ മകൻ എന്ന പേരുള്ള അബ്ദുല്ലാ ഇബ്നു സബ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ജൂദായിസം ഉള്ളിൽ തന്നെ ശേഷിപ്പിച്ച് തികഞ്ഞ നിഫാഖിൽ കാപട്യത്തിൽ ഇസ്ലാമിക നാടുകളിൽ ഊരുചുറ്റി മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന വിതറി തികഞ്ഞ ധ്രുവീകരണവും കക്ഷിത്വവും ഇസ്ലാമിക നാടുകളിൽ വളർത്തുകയുണ്ടായി. അബ്ദുല്ലാ ഇബ്നു സബ എന്ന് പറയുന്ന ഇബ്നു സൗദ, കറുത്ത പെണ്ണിൻ്റെ മകൻ, കണക്കിന് പണിയെടുക്കുകയും കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്തത് കാരണത്താൽ നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ഷിയായിസം എന്ന കക്ഷിത്വത്തിന് അവൻ ഇസ്ലാമിക നാടുകളിൽ വിത്തുപാകി. നബി കുടുംബത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം സംഘടിപ്പിക്കപ്പെടുകയും അവർ നിലവിലുള്ള ഭരണാധികാരിക്കെതിരിൽ, അത് അഹ്ലുൽ ബൈത്തിലേക്കോ ആലുൽ ബൈത്തിലേക്കോ നേരിട്ട് ചേർക്കപ്പെടുന്ന വ്യക്തിത്വമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശക്കാരെല്ലാം ആലുൽ ബൈത്താണ്. പക്ഷേ
അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ ആലുൽ ബൈത്ത് എന്ന സാങ്കേതിക സംജ്ഞയിൽ പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് സദഖ നിഷിദ്ധമായിട്ടുള്ള ബനു ഹാഷിമും ബനുൽ മുത്തലിബുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമാണ്. അപ്പോൾ ആ പരിഗണനയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഖലീഫയല്ല. അതുകൊണ്ട് ഭരണം അത് നബി കുടുംബത്തിലാണ് വരേണ്ടത്. ഇപ്പോൾ നബി കുടുംബത്തിലല്ല എന്നുള്ള ആശയം വിതറി ഇബ്നു സൗദ പ്രവർത്തിച്ചപ്പോൾ ഒരു വിഭാഗം നബി കുടുംബത്തിന് വേണ്ടി കക്ഷികളായി തുടങ്ങി. അവർ നിലവിലുള്ള ഭരണാധികാരിക്കെതിരിൽ അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടുകയും ശബ്ദിക്കുകയും പലവിധ ആരോപണങ്ങൾ എടുത്തുപൊക്കി അങ്ങനെ മറ്റൊരു കക്ഷിത്വം പിറന്നു. അതാണ് ഖവാരിജ് എന്ന് പറയുന്ന കക്ഷികളുടെ തുടക്കം. അപ്പോൾ ഇസ്ലാമിക നാടുകളിൽ കക്ഷിത്വം വളർത്തിയത് ഇബ്നു സൗദ എന്ന് പറയുന്ന ജൂതനാണ്. അവൻ രണ്ട് കക്ഷികളെയാണ് ഒപ്പം വളർത്തിയത്. ഒന്ന് ഷിയാക്കൾ, മറ്റൊന്ന് ഖവാരിജുകൾ. ഈ കക്ഷിത്വം വളർന്ന് വലുതാവുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിനപ്പുറം വിശിഷ്യ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ പിന്നെ ചരിത്ര പ്രസിദ്ധമായ കുറേ സംഭവങ്ങൾ നമുക്കറിയാം. ആ വിഷയത്തിൽ ഹിജ്റയുടെ 64-ൽ മറ്റൊരു കക്ഷിത്വം തലപൊക്കി. അതാണ് മഅബദുൽ ജുഹനി എന്ന പേരിൽ ഒരു ദുഷ്ടൻ ഉണ്ടാക്കിയ പിഴച്ച ചിന്തകളും അവൻ്റെ ചില പിഴച്ച സങ്കല്പങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ ഒരു മുൻ തീരുമാന പ്രകാരമല്ല ഇവിടെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് അവൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയ പ്രസ്ഥാനത്തിലെ തലവനായ മഅബദുൽ ജുഹനി മഅബദുൽ ജുഹനി 64-ൽ മറ്റൊരു കക്ഷിത്വത്തിന് ഇസ്ലാമിക നാടുകളിൽ ബീജാവാപം നൽകുകയുണ്ടായി. അത് ഖദറിനെ നിഷേധിച്ചുകൊണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തെ സ്തംഭമായ ഖളാ ഖദറിനെ നിഷേധിക്കുക. അള്ളാഹുവിൻ്റെ ഒരു മുൻ തീരുമാന പ്രകാരമല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, എല്ലാം ഒരു മുൻ തീരുമാന പ്രകാരമല്ലാതെ നടക്കുകയാണ് എന്ന് പറഞ്ഞാണ് അവൻ ഖദറിനെ നിഷേധിക്കുകയുണ്ടായത്. മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തികളിലെ അഗ്നി ആരാധകർ എന്ന് വിളിക്കപ്പെടാറുള്ള പരിചയപ്പെടുത്തപ്പെടാറുള്ളതായ ഖദരിയ പ്രസ്ഥാനം അത് കക്ഷിയായി രൂപപ്പെടുകയുണ്ടായി. ഗീലാനു ദിമഷ്കി എന്ന ഖദരിയ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു നേതാവ് ഇസ്ലാമിക നാടുകളിൽ കക്ഷിത്വം വളർത്തി. അത് ഹിജ്റയുടെ 98-ൽ മൂത്തപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഗീലാനു ദിമഷ്കിയോട് സംവദിക്കുകയും ആ വാദപ്രതിവാദത്തിൽ ഉത്തരം മുട്ടിയ ഗീലാനു ദിമഷ്കി തൻ്റെ ആശയം മൂടി മൗനിയായി തുടരുകയും ഉണ്ടായി. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണാനന്തരം വീണ്ടും ഗീലാനു ദിമഷ്കി കക്ഷിത്വം വളർത്തുകയും ഈ ഖദരിയ പ്രസ്ഥാനത്തിൻ്റെ മുഖം അവൻ വെളുപ്പിക്കുകയും ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ ഹിജ്റയുടെ 105 അല്ലെങ്കിൽ 106-ൽ അവൻ ഇസ്ലാമിക ശിക്ഷാ നയപ്രകാരം വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ആ കക്ഷിത്വം അവൻ മൂപ്പിക്കുകയുണ്ടായി. ഹിജ്റയുടെ 124-ൽ വധിക്കപ്പെട്ട ജഅദ് ബിൻ ദിർഹമും 124-ൽ വധിക്കപ്പെട്ട ജഅദ് ബിൻ ദിർഹമും 128-ൽ വധിക്കപ്പെട്ട ജഹ്മു ബിൻ സഫ്വാനും ജഹ്മിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. അവർ ഇസ്ലാമിക നാടുകളിൽ പല വിഷയങ്ങളിൽ കക്ഷിത്വം വളർത്തിയ ദുഷ്ട നേതാക്കന്മാരാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തിനെ നിഷേധിക്കുക, ഖദറിനെ നിഷേധിക്കുക, അതേപോലെ വിശ്വാസപരമായ പല കാര്യങ്ങളെയും നിഷേധിക്കുകയും പ്രമാണവചനങ്ങളിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ തകിടം മറിക്കുകയും ചെയ്യുക എന്നുള്ള ആശയങ്ങളായിരുന്നു ജഅദ് ബിൻ ദിർഹമിൻ്റെയും ജഹ്മു ബിൻ സഫ്വാൻ്റെയും.
അവർ കക്ഷിത്വം വളർത്തി. അങ്ങനെ ജഹ്മിയ പ്രസ്ഥാനം കക്ഷിയായി ഇസ്ലാമിക നാടുകളിൽ വളരുകയാണ്. ഇതേപോലെ വാസിൽ ഇബ്നു അത എന്ന് പറയുന്ന ഇമാം അൽ ഹസൻ അൽ ബസരിയുടെ ശിഷ്യൻ ഈ കാലഘട്ടത്തിൽ അൽ മുഅ്തസില എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സ്ഥാപിക്കുകയും അങ്ങനെ മുഅ്തസിലിയ പ്രസ്ഥാനം ബുദ്ധിക്ക് മുൻഗണന നൽകി പ്രമാണ വചനങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെ തമസ്കരിച്ച് അതിന് പ്രബലതയും പ്രാമുഖ്യവും കൽപ്പിക്കാതെ ബുദ്ധിയുടെ അളവുകോലിൽ ദീനി ആശയങ്ങളെ അളന്ന് അവൻ മുഅ്തസിലിയ പ്രസ്ഥാനത്തെ സ്ഥാപിക്കുകയും വളർത്തുകയും ഉണ്ടായി. ഇസ്ലാമിക നാടുകളിൽ കക്ഷിത്വം മറ്റൊന്നുകൂടി അധികരിക്കുകയും അത് വളരുകയും ഉണ്ടായി. ഇങ്ങനെ കക്ഷിത്വങ്ങൾ ഖവാരിജ്, ഷിയത്ത്, ഖദരിയത്ത്, ജഹ്മിയത്ത്, മുഅ്തസിലിയത്ത് ഇങ്ങനെ ഇസ്ലാമിക നാടുകളിൽ പിറക്കൊള്ളുകയും അത് വളരുകയും പോഷിപ്പിക്കപ്പെടുകയും ഉണ്ടായി. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കക്ഷിത്വത്തിൻ്റെ ഘോഷയാത്രകളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത് കക്ഷിത്വം എങ്ങനെ എന്ന വിഷയം സംസാരിക്കുമ്പോൾ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ ഒരു ചരിത്ര ഭാഗമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ കക്ഷിത്വം തലപൊക്കുകയും മുസ്ലിമീങ്ങൾ കക്ഷികളായി ധ്രുവീകരിക്കപ്പെടുകയും ചെയ്യുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പ്രാമാണികമായി പ്രതിപാദിച്ച പണ്ഡിതന്മാർ പല ആശയങ്ങളും പല വിഷയങ്ങളും പല കാരണങ്ങളും അവതരിപ്പിച്ചത് കാണുവാൻ സാധിക്കും. പക്ഷേ ചുരുക്കി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള പ്രധാന പാഠങ്ങൾ പലതും ഒരേ ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്നത് കാരണത്താൽ പ്രധാനപ്പെട്ടതിനെ നമ്മളിവിടെ അറിഞ്ഞു മനസ്സിലാക്കുകയാണ്. ഒന്ന്, ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം, വിമതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശം ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്നുള്ളതാണ്. അവർ പുറംപൂച്ചിൽ ഐക്യത്തിലാണ് എങ്കിലും കാണപ്പെടുന്നതെങ്കിലും അവരുടെ അകവും അവരുടെ ആദർശവും ഭിന്നമാണ്. അവർ അതിൽ കക്ഷികളുമാണ്. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ അല്ലദീന ഫറഖൂ ദീനഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ മുശ്രിക്കീങ്ങളിലായി പോകരുത്, മുശ്രിക്കീങ്ങളാകരുത്. എന്താ മുശ്രിക്കീങ്ങളുടെ സ്വഭാവം? അവരുടെ ആദർശത്തിൽ അവർ ഭിന്നചേരിക്കാരും വിവിധ കക്ഷികളുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആദർശത്തിൽ പൊരുത്തമില്ലാത്ത കക്ഷികളായി ധ്രുവീകരിക്കപ്പെട്ട ആളുകളാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് ബഹുദൈവ വിശ്വാസികളെ പരിചയപ്പെടുത്തി അല്ലാഹു നമ്മളോട് സംസാരിക്കുകയാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ശൈ. തങ്ങളുടെ ആദർശത്തെ ഭിന്നിപ്പിച്ചവർ, കക്ഷികളായി മാറിയവർ, നിങ്ങൾ അവരിൽ പെട്ടവരല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അതാരാണ്? അത് അന്യമതസ്ഥരാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് മുസ്ലിമീങ്ങളെ ധ്രുവീകരിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നതിന് കണക്കിൽ പണിയെടുക്കുകയും പാടുപെടുകയും ചെയ്യുന്നവർ. അവരുടെ ഉള്ള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും. നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുവോളം, മടക്കി കൊണ്ടുവരുവോളം അവർ നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. അപ്പൊ ശത്രു അങ്ങനെയാണ്. വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു ഫതകൂനൂന സവാ. വദ്ദു അവർ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, ലൗ തക്ഫുറൂൻ കമാ കഫറു അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിച്ചെങ്കിൽ, ഫതകൂനൂന സവാ അങ്ങനെയായാൽ നിങ്ങളും അവരും തുല്യമായി. ഇസ്ലാമിൻ്റെ മേൽവിലാസം പേറുന്നവർ അവിശ്വാസികളെ പോലെ ആകാൻ അവർ കൊതിക്കുന്നു, അതിനുവേണ്ടി അവർ പണിയെടുക്കുന്നു.
ഫലം എന്താ? ഒരുപോലെ ഇരുകൂട്ടരും നാശകർത്തത്തിൽ ആപതിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശത്രുവിൻ്റെ ലക്ഷ്യമെന്ത്, അവൻ്റെ ഉന്നമേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുന്നതിൽ ഒരു പൊറുതിയുമില്ലാത്തവരാണ് വിമതസ്ഥർ. അവർ നമ്മൾ കക്ഷികളാകുവാനും നമ്മൾ ഭിന്നിച്ച് ഭിന്നതയിൽ തുടരുവാനും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കക്ഷിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കളായ അവിശ്വാസികളാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, തന്നിഷ്ടത്തിൻ്റെയും ദേഹേച്ഛയുടെയും വാക്താക്കളാണ്. ചിലർ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൽ ഉപരിപ്ലവ ഭാവം പേറി നടക്കുന്നത് കണ്ടാൽ അവൻ ആദർശനിഷ്ഠയുള്ളവനാണെന്നും ദീനിൽ തികഞ്ഞ തൽപരനാണെന്നും പുറമെ നിന്ന് വിലയിരുത്താൻ പറ്റും. പക്ഷെ അവൻ്റെ ഉള്ളു കെട്ടതായിരിക്കും, അവൻ്റെ തലച്ചോറ് ചളി കെട്ടിയതുമായിരിക്കും. അവന് വേഷം മാത്രമായിരിക്കും ഇസ്ലാം, അവൻ്റെ ആദർശം ഇസ്ലാം ആയിക്കൊള്ളണമെന്നില്ല. അത്തരം മനുഷ്യന്മാർ ഈ ദീനിന് എന്നും തലവേദനയാണ്. മുസ്ലിമീങ്ങൾ ധ്രുവീകരിക്കപ്പെടുന്നതിന് അവർ പ്രധാന കാരണവുമാണ്. ഉദാഹരണം, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ചരിത്രത്തിൽ നിർവഹിച്ച പങ്ക് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ മദീനക്കാരുടെ നേതാവായി വാഴ്ത്തപ്പെട്ടവനായിരുന്നു അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അവർ ഒരു കിരീടമൊരുക്കി അത് ഉബൈ ഇബ്നു സുലൂലിനെ ചൂടാൻ കാത്തിരിക്കുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. അതോടുകൂടി പ്രഭാതം ഉദിച്ചു, വിളക്കുകൾ കെട്ടു. പ്രഭാതം അത് വിളക്കുകളൊക്കെ എടുത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഔസ് ഖസ്റജ് ഗോത്രം ഐക്യപ്പെടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ തിരുനബിയുടെ അനുയായിയായി തിരുനബിയോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രകളിലും നാട്ടിൽ താമസിക്കുന്ന വേളയിലും ഒരു അനുചരൻ എന്നോണം ഒപ്പം. പക്ഷേ അബ്ദുള്ള ഇബ്നു ഉബൈ തനി സാഹിബുൽ ഹവ, തന്നിഷ്ടത്തിൻ്റെ വാക്താവായിരുന്നു. അയാൾക്ക് ചില സ്വാർത്ഥതകൾ ഉണ്ടായിരുന്നു. ആ സ്വാർത്ഥത ഫലിപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഘ്നമായി എന്നതിനാൽ കടുത്ത ശത്രുതയും തികഞ്ഞ വിദ്വേഷവും മനസ്സിൽ പേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്തിനെ അടർത്തുവാനും സഹാബികൾക്കിടയിൽ തമ്മിൽ തല്ലുണ്ടാക്കുവാനും ആ തമ്മിൽ തല്ലിൽ പലതും കൊയ്യുവാനുമാണ് അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ചരിത്രത്തിൽ സമയം കണ്ടത്. അതുകൊണ്ടാണ് പല നിർണായക ഘട്ടങ്ങളിലും നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വേദനിക്കുകയും ഏറെ പ്രയാസപ്പെടുകയും ചെയ്തത്. മദീനയിൽ വിശിഷ്യ അൻസാരികൾ ഒന്നിച്ചു നിൽക്കേണ്ടതായ ചില അസന്നിഗ്ധമായ ഘട്ടങ്ങളിൽ പോലും അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പണിയെടുക്കുകയും മുസ്ലിമീങ്ങളെ ധ്രുവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലേക്കുള്ള മുസ്ലിം സൈന്യം പുറപ്പെടുമ്പോൾ 3000 വരുന്ന ശത്രുസേനയെ എതിരിടുവാൻ ഏകദേശം 1000 പേരാണ് പുറപ്പെടുന്നത്. 1000 പേർ അവിടെ എത്തിയാൽ തന്നെയും ഇവിടെയുള്ളതിനേക്കാൾ 2 ഇരട്ടിയാണ്. പക്ഷേ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലും കൂട്ടരും ഇടയിൽ പണിയെടുത്തത് കാരണത്താൽ വഴിയിൽ നിന്ന് 300 പേര് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ തിരുദൂതരുടെ ഉഹദിലേക്കുള്ള പട അത് 700 പേരായിട്ട് ചുരുങ്ങുകയാണ്. പിന്നീട് ഉഹദിൽ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിൽ മനസ്സിന് മുറിവേറ്റു, ശരീരത്തിന് മുറിവേറ്റു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ആ മുറിവുകളിൽ മുളക് പുരട്ടുന്ന പ്രവൃത്തികളാണ് അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ചെയ്തത്. വിശ്വാസികളെ ധ്രുവീകരിക്കുക, കക്ഷികളാക്കി തീർത്തതിന് ശേഷം ധ്രുവീകരിക്കപ്പെട്ട മുസ്ലിമീങ്ങളിൽ നിന്ന് തനിക്ക് വേണ്ടത് കൊയ്തെടുക്കുക എന്നുള്ള തികഞ്ഞ
ക്രൂരത. ഇതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം പറഞ്ഞു പരത്തിയത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലും കപടന്മാരുമാണ് മദീനയിൽ. അത് ഏറ്റുപിടിച്ച് മീഡിയകളിൽ, വാർത്താ മാധ്യമങ്ങളിൽ പാടിപ്പറഞ്ഞ് വിഷയം ഏറെ മോശമാക്കിയത് മദീനയിലെ ജൂതന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടതായ ആ നാളുകൾ ഔസ് ഖസ്റജ് ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി തിരുനബി അവരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ ഔസ് ഖസ്റജ് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ വിഷയത്തിൽ ഭിന്നിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അവരെ ഒന്നിപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ആ സന്ദർഭത്തിലായില്ല എന്നുള്ളതാണ്. കാരണം അവിധമായിരുന്നു ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ പ്രവർത്തനങ്ങൾ, കപടന്മാരുടെ പ്രവർത്തനങ്ങൾ. പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് കക്ഷിത്വം, എന്തുകൊണ്ട് മുസ്ലിം സമൂഹം ധ്രുവീകരിക്കപ്പെടുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ഇസ്ലാമിൽ നിന്ന് അപ്പുറം നിൽക്കുന്ന അവിശ്വാസികളാണ്. രണ്ടാമത്തേത് ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് ഇസ്ലാമിൻ്റെ അകത്ത് നിന്ന് അതിനെ തുരത്തുവാൻ, മുസ്ലിമീങ്ങൾക്കുള്ളതിൽ വിള്ളൽ വീഴ്ത്തുവാൻ കാപട്യത്തിൻ്റെ ജാടകൾ മുസ്ലിം മേൽവിലാസം പേറി അതിൻ്റെ അകത്ത് ഉള്ളതായ കപടന്മാരായ തന്നിഷ്ടക്കാരായ വ്യക്തികളാണ്. അവരാണ് ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്നത്. കക്ഷിത്വം വളർത്തുവാൻ അവർ രാപ്പകൽ അധ്വാനിക്കുകയും തങ്ങളുടെ തലയിലെ ചളികെട്ടിയ തലച്ചോറിലെ ചിന്തകൾ അത് മുസ്ലിം സമൂഹത്തിൽ വിതറുകയും ചെയ്യുന്നത്. തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാർത്ഥതകളും ഇതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. കക്ഷിത്വത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും മൂന്നാമതൊരു കാരണം പണ്ഡിതന്മാർ പറയുന്നത് അത് വിവരക്കേടും അജ്ഞതയുമാണ്. മുസ്ലിം സമൂഹത്തിൽ അജ്ഞത വേരോടിയാൽ, അല്ലെങ്കിൽ അജ്ഞത മുസ്ലിം സമൂഹത്തെ ഭരിച്ചാൽ അത് ധ്രുവീകരണത്തിനും വിഭാഗീയതക്കും ആക്കം കൂട്ടുകയും അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. അൽ ജഹ്ലു ദാഉൻ ഖാതിലുൻ വശിഫാഉഹു അംറാനി ഫി തർതീബി മുത്തഫിഖാനി നസ്സും മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ വതബീബു ദാകൽ ആലിമുർ റബ്ബാനി. ഒരു കവി പറഞ്ഞത് അൽ ജഹ്ലു ദാഉൻ, വിവരക്കേട്, അജ്ഞത എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്. എങ്ങനെയുള്ള രോഗം? ഖാതിലുൻ, മനുഷ്യരെ കൊല്ലുന്ന, ആളെ കൊല്ലുന്ന രോഗമാണ്. അപ്പോൾ ആളെ കൊല്ലിയായ, മനുഷ്യനെ കൊല്ലിയായ ഒരു രോഗമാണ് ജഹാലത്ത്, അജ്ഞത, വിവരക്കേട്, അറിവില്ലായ്മ. വശിഫാഉഹു, ഈ രോഗം മാറണമെങ്കിൽ അതിനുള്ള ശിഫ അംറാനി ഫി തർതീബി മുത്തഫിഖാനി, ക്രമപ്രകാരം രണ്ട് കാര്യങ്ങളാണ്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? നസ്സും മിനൽ ഖുർആനി ഔ മിൻ സുന്നത്തിൻ, ഖുർആനിൽ നിന്നുള്ള പ്രമാണവചനങ്ങൾ, സുന്നത്തിൽ നിന്നുള്ള പ്രമാണവചനങ്ങൾ. വതബീബു ദാകൽ ആലിമുർ റബ്ബാനി, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ചികിത്സിക്കേണ്ടത് അൽ ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ആലിമാണ്. റബ്ബിനെ പേടിക്കുന്ന, പടച്ചതമ്പുരാനെ സൂക്ഷിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തും വെച്ച് ജഹലാകുന്ന രോഗത്തെ ചികിത്സിക്കണം. അതില്ല എങ്കിൽ ജഹൽ ആളെ കൊല്ലിയാകുന്ന രോഗമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ പറയുന്നത്. അജ്ഞത അത് തികഞ്ഞ ശാപാണ്. വിവരക്കേട് അതാണ് കക്ഷിത്വത്തിന് ഊക്കുകൂട്ടുന്നത്. ഏതൊരു വിഷയത്തിലാണോ കക്ഷിത്വം എങ്കിൽ ആ വിഷയം പഠനത്തിന് വിധേയമാക്കപ്പെടണം. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ കക്ഷിത്വത്തിന് വിധേയമാക്കപ്പെടുന്നതായ ഒരു മസലയുണ്ട് എങ്കിൽ, ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരു വിഷയമുണ്ട് എങ്കിൽ അത് പഠന വിധേയമാക്കുകയും പടച്ച റബ്ബിനെ ഭയക്കുന്നതായ പണ്ഡിതന്മാർ ഇൽമു കൊണ്ട് ആ വിഷയത്തിലുള്ള അജ്ഞതയാകുന്ന അന്ധകാരത്തെ ചികിത്സിക്കണം.
അന്ധതയെ വെളിച്ചമാകുന്ന ഇൽമാകുന്ന വെളിച്ചം കൊണ്ട് പ്രകാശം പരത്തിയിട്ട് അന്ധതയെ പോക്കണം. അതില്ല എങ്കിൽ ആളുകൾ ഇരുട്ടിൽ തപ്പുകയും ഇരുട്ടിൽ ചലിക്കുകയും അവർ ധ്രുവീകരിക്കപ്പെടുകയും കക്ഷികളായി വേർതിരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് പണ്ഡിതന്മാർ നൽകുന്നതായ മുന്നറിയിപ്പ്. വിവരം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അൽ ആലിമുർ റബ്ബാനി, റബ്ബിനെ ഭയക്കുന്ന പണ്ഡിതനാണ് ചികിത്സിക്കേണ്ടത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. പക്ഷേ പഠിച്ച റബ്ബിനെ ഭയക്കുന്നതായ പണ്ഡിതന്മാർ വിഷയം യഥാവിധം പറയുവാനും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുവാനും തയ്യാറായിട്ടില്ല എങ്കിൽ ജഹലിൻ്റെ വാക്താക്കൾ, വിവരക്കേടിൻ്റെ വാക്താക്കൾ വേദി കൈയടക്കും. അവർ വാചാലരായി അജ്ഞത അവതരിപ്പിക്കുകയും വിവരക്കേടിന് വളം വെക്കുകയും ചെയ്യും. അതും ധ്രുവീകരണത്തിനും കക്ഷിത്വത്തിനും ഊക്കും ആക്കവും കൂട്ടുകയും മാത്രമാണ് ചെയ്യുക. ഇന്ന് പലപ്പോഴും പല വേദികളുടെയും പ്രത്യേകത അതാണ്. വൈജ്ഞാനികമായി അവതരിപ്പിക്കപ്പെടേണ്ടതായ ഒരു വിഷയം വിജ്ഞാനമില്ലാത്തവർ കയ്യിലെടുത്ത് അത് ചർച്ചക്കിടുകയും അങ്ങനെ വിഷയം റൂട്ട് തെറ്റിച്ച് തോന്നിയ നിലയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനു മുന്നിൽ ആളുകൾ ധ്രുവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിവരമുള്ള പണ്ഡിതന്മാർ, അവരിൽ ആളുകൾ വിരക്തരാണ്. പലപ്പോഴും അവർ പര്യാപ്തരല്ല എന്ന് പരിചയപ്പെടുത്തുകയാണ്. വിവരമുള്ളവരെ കുറിച്ച് ആളുകൾക്കിടയിൽ വിരക്തി പരത്തിയാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ഡിതന്മാരെ കുറിച്ച് മോശം ചിന്തകളായാൽ പിന്നെ ഇത്തരം വിവരക്കേടുകളിലാണ് സാധാരണ ജനങ്ങൾ ആശ്രിതരാവുക. അറബിയിൽ പറയും, തമൂതുൽ ഉസ്ദു ഫിൽ ഗാബാതി ജൂഅൻ വലഹ്മു ദ്ദഅനി തഅകുലുഹുൽ കിലാബു വഅബ്ദുൻ ഖദ് യനാമു അലാ ഫിറാശിൻ വദൂ നസബിൻ മഫാരിശുഹു തുറാബു. തമൂതുൽ ഉസ്ദു ഫിൽ ഗാബാതി ജൂഅൻ, സിംഹങ്ങൾ കാട്ടിലുണ്ട്, അവർ പട്ടിണി കിടന്ന് ചാവുകയാണ്. വലഹ്മു ദ്ദഅനി തഅകുലുഹുൽ കിലാബു, മാൻപേടകളുടെ മാംസം യഥേഷ്ടമുണ്ട്, ആ മാൻപേടകളുടെ മാംസങ്ങൾ പട്ടികളാണ് തിന്നുന്നത്. ആ പട്ടികൾക്ക് തിന്നാൻ മാൻപേടകളുടെ മാംസം ധാരാളമുണ്ട്. കാട്ടിൽ കിടന്ന് സിംഹങ്ങൾ പട്ടിണിയിൽ മരിക്കുകയാണ്. വഅബ്ദുൻ ഖദ് യനാമു അലാ ഫിറാശിൻ വദൂ നസബിൻ മഫാരിശുഹു തുറാബു, അടിമകൾ പട്ടുമെത്തകളിൽ അന്തിയുറങ്ങുന്നു. ഉടമകളും സ്വതന്ത്രരുമായ നേതാക്കന്മാർ, നായകന്മാർ, അവർ മണ്ണ് വിരിച്ച് മണ്ണിലാണ് കിടക്കുന്നത്. ഇത് കവി കീഴ്മേൽ മറിക്കപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യത്തെ ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിംഹങ്ങളാണ് മാനിൻ്റെ മാംസം തിന്ന് കാട്ടിൽ വിലസേണ്ടത്. അതിന് പകരം പട്ടികളാണ് മാനിൻ്റെ മാംസം തിന്ന് ജീവിക്കുന്നത്. സിംഹത്തിന് മാനിൻ്റെ മാംസം തിന്നാൻ ഇല്ല, പട്ടിണിയിലാണ്. പട്ടുമെത്തയിൽ അന്തി ഉറങ്ങേണ്ടത് ഉടമകളും സ്വതന്ത്രരുമാണ്, അടിമകൾ അങ്ങനെയല്ല. പക്ഷേ ഇന്ന് അടിമകളാണ് പട്ടുമെത്തകളിൽ അന്തി ഉറങ്ങുന്നത്, ഉടമകളും സ്വതന്ത്രരും മണ്ണിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയാണ് ഇന്ന് ദീൻ പറയുന്ന വിശിഷ്യ ചർച്ച ചെയ്യപ്പെടുന്ന സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തി അവതരിപ്പിക്കപ്പെടേണ്ടതായ പല വിഷയങ്ങളിലും സൂക്ഷ്മാലുക്കളായ പ്രാമാണികരായ പല പണ്ഡിതന്മാരുമുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആ വിഷയങ്ങൾ ഉയർത്തപ്പെടുന്നില്ല. അവിടെ നിന്നൊരു ചർച്ച പ്രതീക്ഷിക്കപ്പെടുന്നുമില്ല. പ്രത്യുത സാധാരണക്കാരായിട്ടുള്ള വിജ്ഞാനത്തിൽ നിലവാരം കുറഞ്ഞ പലരും ഇത്തരം വിഷയങ്ങളിൽ വാചാലരാകുന്നു. എന്താണ് സംഭവിക്കുക? ജഹല് രംഗം കൈയടക്കും, സമൂഹം ധ്രുവീകരിക്കപ്പെടും. ആ ധ്രുവീകരണം, വിഭാഗീയത അതിന് ഊക്കുകൂടുകയും ആക്കം കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. വിഭാഗീയത എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാരണം,
ദാർശനികമായി വിഷയം അവതരിപ്പിക്കുന്ന മറ്റൊരു കാരണം, ഒരു വിഷയത്തിൽ കക്ഷിത്വം ഉടലെടുക്കുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുവാനുള്ള കാരണം എന്താണ്, ഇത് നിർണയിക്കുന്നതിലുള്ള തക്സീർ, പോരായ്മ. ഒരു വിഷയം അതിൽ ഊക്കിലുള്ള സംസാരമാണ്. അപ്പോൾ വിഷയം അത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം ദീനാണോ, മതപരമാണോ, അതല്ല വ്യക്തിപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യമാണോ, രാഷ്ട്രീയമായിട്ടുള്ള വല്ല കാരണവുമാണോ, സാമ്പത്തികമായിട്ടുള്ള വല്ല കാരണവുമാണോ, നേതൃപരവുമായിട്ടുള്ള കാരണവുമാണോ? വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും എന്നുള്ളത് നിർണയിക്കപ്പെടേണ്ടതുണ്ട്. പല വിഷയങ്ങളും അതിൻ്റെ അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനം ദീനാണ് എങ്കിൽ തീർക്കാൻ എളുപ്പമാണ്. എന്താ ദീനാണെങ്കിൽ തീർക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ വല്ല വിഷയത്തിലും ഭിന്നതയിലാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും വിഷയം മടക്കുക. വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടക്കുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറിയുന്ന, പടച്ചറബിനെ ഭയക്കുന്ന പ്രാമാണികരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്ത്, അവതരണം എന്ത് എന്നതിൽ തൃപ്തിപ്പെട്ടാൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം അത് ദീനാണ് എങ്കിൽ തീരും. എന്നാൽ അത് വ്യക്തിപരമാണെങ്കിലോ, ചില സ്വാർത്ഥ താല്പര്യങ്ങളാണെങ്കിലോ, മറ്റു പല കാരണങ്ങളുമാണെങ്കിലോ അതൊരിക്കലും തീരില്ല. അതുകൊണ്ട് തന്നെ രോഗം എന്ത് എന്നുള്ളത് നിർണയിക്കപ്പെടണം. രോഗം നിർണയിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഭിന്നതക്ക് ഊക്കുകൂട്ടുകയും ധ്രുവീകരണം ശക്തമാക്കുകയും ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അഭിപ്രായ വ്യത്യാസം എന്ത്, ഒരു വിഷയത്തിൽ ചർച്ച മൂക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്ത് എന്നുള്ളത് നിർണയിക്കപ്പെടണം, അത് തീർപ്പാക്കപ്പെടണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ. ചിലരെ സംബന്ധിച്ചിടത്തോളം വൈയക്തികമായ വിദ്വേഷങ്ങൾ അതായിരിക്കും ഭരിക്കുക. ഒരാളോട് വിദ്വേഷം ഉണ്ട് എങ്കിൽ ആ വിദ്വേഷത്തിലായിരിക്കും അയാളുടെ കാലം മുഴുവൻ. അള്ളാഹു തൗഫീഖ് ഏകിയിട്ടില്ല എങ്കിൽ അത്തരം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിദായത്തിലും ഹൃദയവിശാലതയിലും അവരെത്തുക എന്നുള്ളത് പാടായിരിക്കും. താൻ ആരോടാണ് വിദ്വേഷത്തിലുള്ളത്, ആ വിദ്വേഷം ചെലുത്തി അയാളെ വീട്ടിൻ്റെ മൂലക്കിരുത്തിയാലും ചിലരുടെ വിദ്വേഷം തീരൂല. മൂലക്കിരുത്തപ്പെട്ട വ്യക്തിയെ ഖബറിലേക്ക് തള്ളിയാലും ചവിട്ടി താഴ്ത്തിയാലും വിദ്വേഷം തീരാത്ത രീതിയിൽ മനസ്സിൽ പകയും വിദ്വേഷവും ഏറ്റി നടക്കുന്നവരുണ്ടായിരിക്കും. അത്തരം അവസ്ഥകളാണുള്ളത് എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയപ്പെടുന്നതായ മസ്അലകളിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം, ഇത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ധ്രുവീകരണത്തിന് ചികിത്സ അല്ല, അത് ഊക്കുകൂടുകയല്ലാതെ ഒരിക്കലും പ്രശ്നം തീരുന്ന, ഐക്യം കളിയാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയില്ല എന്നാണ് ഉലമാക്കൾ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. പണ്ഡിതന്മാർ ഇപ്രകാരം അനൈക്യത്തിൻ്റെ, ധ്രുവീകരണത്തിൻ്റെ കാരണങ്ങൾ ഇതുപോലെ പലതും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു മതത്തിലുള്ള തീവ്രത, തശദ്ദുദ്, ഗുലുവ്. ചിലർ ദീനിൽ തീവ്രരായി മതവിധികൾ പ്രഖ്യാപിക്കുന്നതിൽ എടുത്തുചാട്ടക്കാരായിരിക്കും. അതൊരു തരം മത തീവ്രതയാണ്. ഒരാൾക്ക് നേരെ കുഫ്ർ ആരോപിക്കുക, ഷിർക്ക് ആരോപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നേരെ ഫിസ്ക് ആരോപിക്കുക, അധർമ്മം, അതിൻ്റെ ഹുക്ം ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സൂക്ഷിച്ച് കാൽ വെക്കേണ്ടതായ വിഷയങ്ങളാണ്. ഇസ്ലാമിൽ കടന്നു വന്ന ഒരു വ്യക്തി, അയാൾ ഇസ്ലാമിൽ കടന്നു വന്നു എന്നുള്ളത് ഉറപ്പുള്ളതാണ് എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതിനും അതേപോലെ ഉറപ്പ് കിട്ടണം. എങ്കിലാണ് അയാളുടെ മേൽ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഹുക്മ് പറയുക. അതില്ല എങ്കിൽ വിഷയം കടുത്തതാണ്. നിങ്ങൾക്കറിയില്ലേ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം? ഉസാമ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ
ഒരു വ്യക്തിയുടെ നേരെ ആയുധം നീട്ടി. യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ശത്രു ആയുധധാരിയാണ്, പോരാട്ടത്തിലാണ്. അപ്പോൾ ഉസാമയുടെ ആയുധ പ്രയോഗം കാണുമ്പോഴാണ് ശത്രു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. ഭൗതികമായ കോണിലൂടെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മളൊക്കെ തീർത്ത് പറയും ഉസാമയുടെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞത് എന്ന്. ഉസാമയും ഒരു മനുഷ്യനാണ്. അദ്ദേഹം മനസ്സിലാക്കി എൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയത് എന്ന്. ഉസാമ എന്ത് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിനപ്പുറം ആ മനുഷ്യനെ കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെടുകയാണ്. ഞാൻ ഏറ്റുമുട്ടലിനിടയിൽ ഒരു വ്യക്തിക്ക് നേരെ ആയുധം ചൂണ്ടിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു. എൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാളത് പറഞ്ഞത്, ഞാൻ അയാളെ കൊന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം ഉസാമ നിങ്ങൾ അയാളെ കൊന്നോ? തിരുനബി ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. തിരുനബി ചോദിച്ചു, ആ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അയാൾ അന്ത്യനാളിൽ വന്നാൽ ഉസാമ നിങ്ങൾ എന്ത് ചെയ്യും? ആവർത്തിച്ച് പറയുകയാണ്. സഹാബത്ത് പറയുകയാണ്, തിരുനബിയുടെ ആവർത്തനം കേട്ടപ്പോൾ ചിലർ പറഞ്ഞു പോയി ലൈതഹു സഖത്ത്, റസൂലുള്ളാഹി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ. അത്രമാത്രം തിരുനബി പറഞ്ഞു. അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ മാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാ യൗമൽ ഖിയാമ. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ കൊന്നോ? ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അന്ത്യനാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. ആരോട്? ഉസാമയോട്. ഉസാമ എന്ന് പറഞ്ഞാൽ ഹിബ്ബ് റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ ഹിബ്ബാണ്. അല്ലെങ്കിൽ ഹിബ്ബി റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ ഹിബ്ബായ സെയ്ദിൻ്റെ മകൻ ഹിബ്ബായ ഉസാമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിലിരുത്തിയിട്ട് വളർത്തിയതാണ് ഈ ഉസാമയെ. തിരുനബി ഈ ഉസാമയെ തൻ്റെ ഒരു തുടയിലും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, പൗത്രൻ ഹസനെ മറ്റൊരു തുടയിലും വെച്ച് ഇരുത്തും. എന്നിട്ട് പറയും, പ്രാർത്ഥിക്കുമെന്നാണ്, അല്ലാഹുവേ ഇന്നി ഉഹിബ്ബഹുമ ഫഅഹിബ്ബഹുമ, ഈ കുട്ടികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇവരെ നീയും ഇഷ്ടപ്പെടണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. ഒരിക്കൽ ഉസാമയുടെ മൂക്കിൽ നിന്ന് നീരൊലിച്ചു എന്നാണ്, മൂക്ക് ഒലിച്ചു എന്നാണ്. അപ്പോൾ തിരുനബി അവിടുത്തെ കൈ കൊണ്ട് അത് തുടച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകനെ നിങ്ങൾ എന്തിനാണ് അത് തുടച്ചത്? ഞാൻ തുടക്കുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീയും ഈ കുട്ടിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റി വളർത്തിയ ഉസാമയാണ് ഈ ചെയ്തത്. ആ ഉസാമയുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്, ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഉസാമ റളിയല്ലാഹു അൻഹു എന്താ ചരിത്രത്തിൽ പറയുന്നത്? ഉസാമ റളിയല്ലാഹു തആല അൻഹു പിന്നീടും ദീർഘകാലം ജീവിച്ച സഹാബിയാണ്. തിരുനബിയുടെ വിയോഗാനന്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖിലാഫത്തിലൊക്കെ ഉസാമ ജീവിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഉസാമ റളിയല്ലാഹു തആല അൻഹു അലിയാരോടൊപ്പമാണ്. കാരണം നബി കുടുംബത്തിലെ ഒരു മെമ്പറായിട്ടാണ് ഉസാമ വളരുന്നത്. അതുകൊണ്ട് തന്നെ അലിയാരോടൊപ്പം വളർന്ന ഉസാമ അലിയുടെ ഖിലാഫത്തിലും അലിയാരോടൊപ്പമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ സിഫീൻ യുദ്ധത്തിൽ, സിഫീനിൽ മുസ്ലിമീങ്ങൾ വലിയ പരീക്ഷണത്തിനിരയായി. അലി റളിയല്ലാഹു തആല അൻഹു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുആവിയയും അംർ ഇബ്നു ആസും ഒക്കെ വലിയൊരു പരീക്ഷണം അരങ്ങേറി. ഈ സമയം അലിയാരോടൊപ്പം ഉസാമ ഉണ്ട്. പക്ഷേ ഉസാമ സിഫീനിൽ യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്നില്ല. അലിയാർ വിളിക്കുകയാണ്, ഉസാമ നിങ്ങൾ ഇറങ്ങുന്നില്ലേ? നബി കുടുംബത്തിലെ ഒരു മെമ്പറായിട്ടാണല്ലോ ഞങ്ങൾ നിങ്ങളെ കണ്ടിരുന്നത്, നിങ്ങൾ എന്താണ് ഇറങ്ങാത്തത്? അപ്പോൾ ഉസാമ പറയുകയാണ്, അലിയാരെ, ഒരു സിംഹം ഈ സമയം നിങ്ങളുടെ നേരെ ചാടി വീണ് നിങ്ങൾ അതിൻ്റെ ഒരു ചുണ്ട് പിടിക്കുകയാണ് എങ്കിൽ അതിൻ്റെ മറ്റേ ചുണ്ട് പിടിച്ച് വലിച്ച് നിങ്ങളെ ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഉസാമ ഉണ്ട്. പക്ഷേ ഇത് അപ്പുറത്ത് നിൽക്കുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്, ഇവിടെ ഉള്ളതും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്. ചരിത്രത്തിൽ ഒരു പിഴവ് എന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞത് അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മാദാ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ എന്നാണ്. ഇനി ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവന് നേരെ ആയുധം പ്രയോഗിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാണ് അലിയാരോട് ഉസാമ റളിയല്ലാഹു തആല അൻഹു കാലങ്ങൾ ധാരാളം പിന്നിട്ടതിന് ശേഷം ആസിഫീനിൻ്റെ വേദിയിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയ അതിൻ്റെ മേൽവിലാസം പേറുന്ന ഒരു മുവഹിദിന് നേരെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കടുത്തതും
വളരെ ഗൗരവമേറിയതുമായിട്ടുള്ള ഒരു വിഷയമാണ്, മസ്അലയാണ്. കാരണം കുഫ്ർ, ഷിർക്ക് എന്നുള്ള ഹുക്മ് പറയൽ മാത്രമല്ല, ആ ഹുക്മിനെ തുടർന്ന് കുറേ വിധികൾ വേറെയുമുണ്ട്. അവിടങ്ങളിലേക്ക് വിഷയങ്ങൾ എണ്ണപ്പെട്ടാൽ മസ്അല വളരെ കടുത്തതാണ്, അത് വളരെ ഗൗരവമേറിയതുമാണ്. പറഞ്ഞു വരുന്നത്, മുസ്ലിം സമൂഹം അനൈക്യത്തിലും ധ്രുവീകരണത്തിലും വിഭാഗീയതയിലും എത്തിപ്പെടുവാനുള്ള അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ വിവിധം കുറേ കാരണങ്ങൾ എണ്ണി ആ വിഷയത്തെ പരാമർശിച്ചതും അതിനെക്കുറിച്ച് സംസാരിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും. അനൈക്യത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും അതേപോലെ വിഭാഗീയതയുടെയും കാരണങ്ങളെ വിശദീകരിക്കുന്നത് പോലെ തന്നെ ഈ അനൈക്യവും ഛിദ്രതയും ധ്രുവീകരണവും ഇല്ലാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കുവാൻ കരണീയമായതെന്ത്, അനിവാര്യമായതെന്ത്, ഇത് മുസ്ലിമീങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവത്തിൽ, പ്രാധാന്യത്തിൽ അത് മുസ്ലിമീങ്ങൾ ഉണർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഐക്യം ഐക്യം എന്ന് ഘോഷിച്ചതുകൊണ്ട് അനുഗ്രഹീതമായ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ചൊരിയപ്പെട്ട ഒരു ഐക്യം ഉണ്ടാവില്ല. പ്രത്യുത പറച്ചിൽ അത് ആത്മാർത്ഥമായിരിക്കണം. അതിൻ്റേതായ പണികളുണ്ട്, അത് മുസ്ലിമീങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വഅ്തസിമു ബിഹബിലില്ലാഹ് വലാ തഫറഖു, വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഹബിലിനെ മുറുകെ പിടിക്കണം എന്നാണ്. എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ഹബിലിനെ മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. എന്താ അള്ളാഹുവിൻ്റെ ഹബിൽ? അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ സത്യദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്തെടുത്ത് ജീവിക്കാം എന്ന് അള്ളാഹുവിനോട് നമ്മളൊക്കെ ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. ആദമിൻ്റെ മുതുകിൽ നമ്മളെല്ലാവരും ആയിരിക്കും. അള്ളാഹു ആദമിൻ്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളെ സ്വീകരിച്ചെടുത്തതായ ഒരു കരാർ. ആ കരാറിൽ അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല ഷഹീദ്ന അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ച അള്ളാഹു നമ്മളോട് കരാർ ചെയ്തപ്പോൾ നമ്മൾ ആ കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആ കരാർ അനുസരിച്ചുള്ള ജീവിതം, ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം, ഇസ്ലാം അനുസരിച്ചുള്ള ഒരു ജീവിതം, അതാണ് ഹബിലുല്ലാഹ്. അള്ളാഹു ആകാശത്തിൽ നിന്ന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആനാകുന്ന ഹബിൽ പാശം, അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് തൂക്കിയിടപ്പെട്ടിരിക്കുന്നു. ആ ഖുർആനാകുന്ന പാശത്തെ മുറുകെ പിടിച്ചുള്ള ഒരു ജീവിതം, അതാണ് വഅ്തസിമു ബിഹബിലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള, ജമീഅൻ ഒന്നായി മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം. അതാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. ഐക്യത്തിന് നമ്മളിൽ നിന്ന് വേണ്ടത് അതാണ്. നമ്മൾ സത്യസന്ധരായി ഹൃജുമനസ്കരായി നമ്മൾ സത്യദീനിലേക്ക് മടങ്ങുക, വിശുദ്ധ ഖുർആനിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിലേക്കും, അതാണ് ദീനുൽ ഇസ്ലാം, അതിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദിൽ നിന്നുള്ള സുന്നതമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ഒരു അവതരണമുള്ള ഒരു തിരുമൊഴി നമുക്കിപ്രകാരം മനസ്സിലാക്കാം. എന്താണ് തിരുനബി പറഞ്ഞത്? ഇബ്നു മസ്ഊദ് പറയുന്നത്, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ثم قال ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്കൊരു വര വരച്ചു. എന്നിട്ട് തിരുനബി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ മാർഗമാകുന്നു. എങ്ങനെയുള്ള മാർഗം? മുസ്തഖീമായ മാർഗം, നേരായ മാർഗം. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി. പിന്നീട് തിരുനബി ആ വരച്ച നേർരേഖയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മറ്റു ചില വരകൾ വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് തിരുനബി പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതും മാർഗങ്ങളാകുന്നു. മാ മിൻ സബീലിൻ ഫീഹാ ഇല്ലാ അലൈഹി ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ഇതിൽ ഒരു വഴിയുമില്ല,
അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ശൈത്താൻ പിശാച് അതിന്മേലില്ലാതെ. അപ്പോൾ ഇടതും വലതും വരച്ച വരകളിലൊക്കെ അതൊക്കെ റൂട്ടുകളാണ്, വഴികളാണ്, ഉപവഴികളാണ്. അതിന്മേലൊക്കെ ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വരകളിൽ മധ്യത്തിൽ തിരുനബി നേർരേഖയായി വരച്ചതായ വര, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. സബീലുല്ലാഹി മുസ്തഖീമ, അള്ളാഹുവിൻ്റെ വഴി, മാർഗം അത് മുസ്തഖീമാണ്, വളവില്ലാത്ത, വക്രതയില്ലാത്ത, ഋജുവായ മാർഗമാണ്. എന്താ നമ്മളോട് പറഞ്ഞത്? തിരുനബി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ് ചെയ്തത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. തിരുനബി പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹു, ആ നേർമാർഗത്തെ നിങ്ങൾ അനുധാവനം ചെയ്തോളി, പിൻപറ്റിക്കോളി. വലാ തത്തബിഉസ് സുബുൽ, ഇതര മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്, അത് നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, ഇതര റൂട്ടുകളെ നിങ്ങൾ പിൻപറ്റുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് അത് നിങ്ങളെ പിഴപ്പിക്കുകയും തെറ്റിക്കുകയും കക്ഷികളാക്കുകയും ചെയ്യും. ദാലികും വസ്സാകും ബിഹി, ഈ മാർഗം പിൻപറ്റണം, ഇതര വഴികൾ പിൻപറ്റരുത്. ഇതാണ് അള്ളാഹു നിങ്ങൾക്ക് ഓതിയതായ വസിയ്യത്ത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് സിറാത്തുൻ മുസ്തഖീമായ അള്ളാഹുവിൻ്റെ മാർഗത്തെ നമ്മൾ പിൻപറ്റുവാനാണ്. സിറാത്തുൽ മുസ്തഖീം അത് അള്ളാഹുവിൻ്റെ കിതാബാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. കവി പറഞ്ഞു, ബിശ്ശർഖി ഔ ബിൽ ഗർബി ലസ്തു ബിമുഖ്തദി അന ഖുദ്വതി മാ ഇശ്തു ശർഅ മുഹമ്മദി ഹാശായ അൻ യുഗ്വിയനി സറാബുൻ ഖാദിഉ വമഇ കിതാബുല്ലാഹ് യസ്തഉ ഫി യദി. ബിശ്ശർഖ് ഔ ബിൽ ഗർബ് ലസ്തു ബിമുഖ്തദി, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഞാൻ അനുധാവനം ചെയ്യൂല. അന ഖുദ്വതി മാ ഇശ്തു ശർഅ മുഹമ്മദി, ഞാൻ ജീവിക്കുന്ന കാലമത്രയും എൻ്റെ മാർഗരേഖ, മാതൃക മുഹമ്മദ് നബിയുടെ ശറഅാകുന്നു, ദീനാകുന്നു. ഹാശായ അൻ യുഗ്വിയനി സറാബുൻ ഖാദിഉ, ഒരു ചതിക്കുന്ന മരീചിക എന്നെ പറ്റിക്കുന്നതിൽ നിന്ന് ഞാൻ മുക്തനാണ്. വമഇ കിതാബുല്ലാഹി യസ്തഉ ഫി യദി, എൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ തിളങ്ങുന്ന കാലമത്രയും. അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരു മരീചിക എന്നെ ചതിയിലകപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ജീവിക്കുന്ന കാലമത്രയും മുഹമ്മദ് നബിയുടെ ശരീഅത്താണ്, ദീനാണ് എൻ്റെ ആദർശം എന്നാണ് കവി പറഞ്ഞത്. ആ ആദർശം അത് പുൽകി ആത്മാർത്ഥമായിട്ട് ജീവിക്കുക, ഇതാണ് രക്ഷയ്ക്ക്, ഐക്യത്തിന്, ഒന്നിക്കുന്നതിന് നമ്മളോട് പറഞ്ഞതായ പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ പോംവഴിയും മാർഗവും. അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് മടങ്ങുക. ആ മടക്കം ആത്മാർത്ഥതയിൽ ഹൃദ്യമായി കൊണ്ടാവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാശത്തിൻ്റെ കക്ഷികളെക്കുറിച്ചും പറഞ്ഞു, രക്ഷയുടെ കക്ഷികളെക്കുറിച്ചും പറഞ്ഞു. അൽ ഫിർഖത്തുൽ ഹാലിക, അതാണ് നാശത്തിൻ്റെ കക്ഷി. അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷയുടെ കക്ഷി. നാശത്തിൻ്റെ കക്ഷികൾ അതാണ് ഫിൻതാനി വസബഊന മിൻഹ ഫിന്നാർ, 73 കക്ഷികളിൽ 72 കക്ഷികൾ നരകത്തിലാണ് എന്ന് പറഞ്ഞു. നരകത്തിൽ കൂപ്പുകുത്തുവാൻ വിധിക്കപ്പെട്ട 72 കക്ഷികൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. വവാഹിദത്തുൻ ഫിൽ ജന്ന, ഒരു കക്ഷി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിജയത്തിൻ്റെ കക്ഷി സ്വർഗത്തിലാണ്, നാശത്തിൻ്റെ കക്ഷികൾ നരകത്തിലുമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഏതാണ് ഈ വിജയത്തിൻ്റെ കക്ഷി? അതിനെക്കുറിച്ച് തിരുനബി പറഞ്ഞത് ഹിയൽ ജമാഅ, അത് അൽ ജമാഅത്താകുന്നു എന്നാണ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതിന് അഹ്ലുൽ ഇജ്തിമാഅ് എന്നും അൽ ഇജ്തിമാഅ് എന്നും അർത്ഥമുണ്ട്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സംഘടിക്കുക. ഏതിൽ സംഘടിക്കുക? ഹക്കിൽ സംഘടിക്കുക, സത്യത്തിൽ സംഘടിക്കുക, അതാണ് അൽ ജമാഅ. അല്ലെങ്കിൽ അഹ്ലുൽ ഇജ്തിമാ, സത്യത്തിൽ സംഘടിക്കുന്ന ആളുകൾ. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന കക്ഷി അത് സത്യത്തിൽ സംഘടിക്കുന്നവരാണ്. അത് ഇനി ഒരാളായാലും ശരി, അത് ചിലപ്പോൾ രാഷ്ട്രമായിരിക്കും,
ചിലപ്പോൾ ഒരു സംഘമായിരിക്കും, ചിലപ്പോൾ ഒരു സംഘടനയായിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ സത്യത്തിൽ അയാൾ ഒന്നിക്കുന്നു. അപ്പൊ സത്യത്തിൽ സംഘടിക്കുക, ഒന്നിക്കുക എന്നുള്ളതാണ് രക്ഷയുടെ കക്ഷി. അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഗുന്യയിൽ ഇപ്രകാരം പറഞ്ഞു: അമ്മൽ ഫിർഖത്തുൻ നാജിയ, എന്നാൽ വിജയത്തിൻ്റെ കക്ഷി, സ്വർഗത്തിലേക്ക് പോകുന്ന വിജയത്തിൻ്റെ കക്ഷി, ഫഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. വ അഹ്ലുസ് സുന്ന, ഈ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ലാ ഇസ്മ ലഹും ഇല്ലാ ഇസ്മുൻ വാഹിദ്, അവർക്ക് ഒരു പേരല്ലാതെ വേറൊരു പേരില്ല. എന്താണ് ആ പേര്? വഹുവ അസ്ഹാബുൽ ഹദീസ്, അതാകുന്നു അസ്ഹാബുൽ ഹദീസ്, ഹദീസിൻ്റെ വാക്താക്കൾ എന്നാണ്. അപ്പോൾ ഹദീസിൻ്റെ വാക്താക്കളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞു. അവർ വിജയത്തിൻ്റെ കക്ഷിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അഹ്ലുൽ ഹദീസ് ആവുക, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആവുക, അഹ്ലുസ് സുന്നയാകുക എന്നുള്ളതാണ് രക്ഷക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹദീസുകളെ മുഖവിലക്കെടുത്ത് അതിനെ പഠിച്ച് അതിനെ പ്രയോഗവൽക്കരിച്ച് അതിനെ പഠിപ്പിച്ച് അതിനെ പ്രചരിപ്പിക്കുക, ഇതാണല്ലോ അഹ്ലുൽ ഹദീസ്. ഹദീസുകളിൽ വിമുഖരാകാൻ പാടില്ല. ഹദീസുകളെ മുഖവിലക്കെടുക്കാതെ അതിന് പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ പ്രമാണമായി അംഗീകരിക്കാതെ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഹദീസിനെ പരിഹസിക്കുന്നവർ, ഹദീസിനെ വിലകെടുത്തുന്നവർ അങ്ങനെ ആകാൻ പാടുള്ളതല്ല. അവരൊന്നും ആരല്ല? അഹ്ലുൽ ഹദീസ് അല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തല്ല. നമ്മൾ വിജയത്തിൻ്റെ കക്ഷിയാകണം. വിജയത്തിൻ്റെ കക്ഷി അവരാണ് രക്ഷപ്പെട്ട കക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ അസ്തഗ്ഫിറുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തികളുടെ ഒടുക്കം നന്നാവൂല, ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ, അതിൻ്റെ തുടക്കം നന്നായത് കൊണ്ടല്ലാതെ. അപ്പൊ തുടക്കം എങ്ങനെയായിരുന്നു ഈ ഉമ്മത്തിൻ്റെ തുടക്കം? അത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് ഒന്നായിരുന്നു. ആദർശത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആചാരങ്ങളിലും ദഅവത്തിലുമൊക്കെ ഒരു സമൂഹമായിരുന്നു ഈ ഉമ്മത്ത് അതിൻ്റെ തുടക്കനാളിൽ. ആ തുടക്കനാളിൽ അവർ നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ടല്ലാതെ ഇതിൻ്റെ ഒടുക്കവും നന്നാവുകയില്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിജയത്തിൻ്റെ കക്ഷിയാകുവാൻ, രക്ഷയുടെ കക്ഷിയാകുവാൻ, മാ അന അലൈഹിൽ യൗമ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ അതിൽ നിലകൊള്ളണം എന്നാണ്. അപ്പൊ അന്ന് ഒറ്റക്കെട്ടായത് എന്തുകൊണ്ടാ? കിതാബിലും സുന്നത്തിലും ഒറ്റക്കെട്ടായത് കൊണ്ടാണ്. പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് അത് കിതാബായിരുന്നു, സുന്നത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഐക്യപ്പെടാൻ മുസ്ലിം സമുദായം അവർ അള്ളാഹുവിൻ്റെ കിതാബിലേക്കും തിരുസുന്നത്തിലേക്കും പേരിലും പറച്ചിലുമല്ല, പിന്നെ ആത്മാർത്ഥമായിട്ടുള്ളതായ ഒരു മടക്കം, അതാണ് കരണീയമായത്, അതാണ് അനിവാര്യമായിട്ടുള്ളത്. അതുണ്ടോ ഐക്യം സഫലമാകും, അതുണ്ടോ ഐക്യം ഫലപ്പെടും, അതുണ്ടോ ഐക്യമുണ്ടാക്കിയാൽ ആ ഐക്യത്തിൽ ബർക്കത്തുണ്ടാകും. അതില്ല എങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിലായിരിക്കും നിർമ്മിക്കപ്പെട്ടതായ ഐക്യത്തിൻ്റെ സ്ഥിതിവിശേഷം. തിരുനബി പറഞ്ഞില്ലേ, തറക്തു ഫീക്കും ഷൈഅൈനി, തറക്തു ഫീക്കും, നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു ഷൈഅൈനി, രണ്ട് കാര്യങ്ങൾ, ലൻ തദില്ലു മാ ഇൻ തമസക്തും ബിഹിമ, നിങ്ങൾ പിഴക്കൂല, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം അത്രയും. പിഴക്കൂല എന്ന് പറഞ്ഞു ഏതാ? കിതാബല്ലാഹ് വ സുന്നത്തി, അള്ളാഹുവിൻ്റെ കിതാബാണ്, എൻ്റെ സുന്നത്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം കിതാബിലേക്കും സുന്നത്തിലേക്കുമുള്ളതായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത് മുറുകെ പിടിക്കാനുള്ള ആഹ്വാനം, ആ ഒരു ആഹ്വാനം അനുസരിച്ചുള്ളതായ ഒരു മടക്കം അത് വേണം. അത് വലൻ യതഫറഖ ഹത്താ യരിദ അലയ്യൽ ഹൗദ്, കിതാബും സുന്നത്തും അത് രണ്ടും ഒന്നിച്ചാണ്, അത് ദ്വിതീയ പ്രമാണങ്ങളാണ്, ഒന്നിച്ചാണ്. അവ രണ്ടും വഴി പിരിയുകയില്ല. ഹത്താ യരിദ അലയ്യൽ ഹൗദ്, എൻ്റെ അടുക്കലേക്ക് ഹൗദിൻ കരയിൽ വരുന്നത് വരെ എന്നാണ്. എന്താ പറഞ്ഞത്? എവിടെയാണ് ഹൗദ്? തിരുനബിയുടെ ഹൗദ് അത് മഹ്ശറയിലാണ്.
അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ മഹ്ശറ വൻസഭയിൽ ആൾക്കൂട്ടം ഒരുമിച്ച് കൂടി, ആദം സന്തതികൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം അവരെ വിചാരണക്കെടുത്ത്, ഷഫാഅത്തിനപ്പുറം അവരെ വിചാരണക്കെടുത്തതിന് ശേഷം പിന്നീടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദും കൗസറും ഒക്കെ ഉള്ളത്, ഹൗദുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, നിങ്ങളെല്ലാവരെയും മറികടന്ന് ഞാൻ ഹൗദും കരയിലേക്ക് ധൃതിപ്പെട്ടെത്തും, വേഗത്തിലെത്തും. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ സ്വീകരിച്ചിട്ട് അവിടെ വെച്ച് തിരുനബിയുടെ ഹൗദിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കുമെന്നാണ്. എല്ലാ നബിമാർക്കും ഹൗദുണ്ട്, പക്ഷേ തിരുനബിയുടെ ഹൗദ് വലുതാണ്, അതിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുതലുമാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൗദിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തും, എന്നിട്ട് തിരുനബി വെള്ളം കൊടുക്കുന്നതാണ്. അവിടേക്ക് ഖുർആനും സുന്നത്തും എത്തുന്നത് വരെ അവ രണ്ടും ഒന്നിച്ചായിരിക്കുമെന്നാണ്. ഹൗദൻ കരയിലേക്ക്, എൻ്റെ അടുക്കിലേക്ക് എത്തുന്നത് വരെ ഖുർആനും സുന്നത്തും ഒന്നിച്ചായിരിക്കും. ഖുർആൻ മാത്രമല്ല, സുന്നത്തും ഖുർആനെ പോലെ പ്രമാണമാണ്. അവ രണ്ടും ഒന്നിച്ചാണ്. അത് അങ്ങനെ തുടരും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ കിതാബിലേക്കുള്ള, സുന്നത്തിലേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ളതായ മടക്കം ഇത് ഐക്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്, പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. അത് സത്യസന്ധമായി, ആത്മാർത്ഥമായി പണ്ഡിതന്മാരിൽ നിന്നും പാമരന്മാരിൽ നിന്നും ഒരുപോലെ ഉണ്ടായാൽ അതാണ് മുസ്ലിം ഉമ്മ ഒന്നിക്കുന്നതിനുള്ള കുറ്റമറ്റ ഒറ്റമൂലി എന്നാണ് ഉണർത്തപ്പെടാനുള്ളത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. അറിവുള്ളവർ കേരളം എന്ന ഈ ഒരു ഠാവട്ടത്തിൽ എമ്പാടുമാണ്. ബിലാശക്ക് കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ അറിവുള്ള, ഇൽമുള്ളതായ പണ്ഡിതന്മാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവന്വേഷിക്കുന്ന വിഷയത്തിൽ, വിവരങ്ങൾ ആരായുന്ന വിഷയത്തിൽ നമുക്ക് വേണ്ടത് ഹക്കിലെത്തുക എന്നുള്ളതും ആ ഹക്കിലൂടെ സ്വർഗരാജ്യം അനന്തരമെടുക്കുക എന്നുള്ളതുമാണ്. അതിന് നമുക്ക് ചോദിക്കുവാൻ, അന്വേഷിക്കുവാൻ ഒരു വിഷയവും ഭൗതികമായി നമുക്ക് സ്വാർത്ഥമായതൊന്നും തടസ്സാകാൻ പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞു ഇവരുള്ളവരോട് ചോദിക്കാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഇൽം യരിസു ഹാദൽ ഇൽം മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു യരിസു ഹാദൽ ഇൽം, ഈ ഇൽമിനെ അനന്തരമെടുക്കും. ചില റിപ്പോർട്ടുകളിൽ യഹ്മിലു ഹാദൽ ഇൽം എന്നാണ്, ഈ അറിവിനെ വഹിക്കും എന്നാണ്. ആര്? മിൻ കുല്ലി ഖലഫിൻ, ഓരോ പിൻതലമുറയിലും പെട്ട ഉദൂലുഹു, അതിലുള്ളവർ. ആരാ ഈ അതിലുള്ളവർ? അള്ളാഹുവിനെ ഭയക്കുന്ന സൂക്ഷ്മാലുക്കളായ, നീതിമാന്മാരായ, വിശ്വസ്തരായ പണ്ഡിതന്മാർ. അതാണ് ഉദൂൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യരിസു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ അറിവിനെ, ഏത് അറിവിനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരമാക്കിയ അറിവിനെ. എന്താ തിരുനബി പറഞ്ഞത്? വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, ഉലമാക്കൾ നബിമാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, നബിമാർ ദീനാറുകളും ദിർഹമുകളും, കറൻസി, നോട്ട്, റിയാൽ, ഡോളർ, ഇതൊന്നും നബിമാർ എന്ത് ചെയ്തിട്ടില്ല? അനന്തര സ്വത്താക്കി വിട്ടേച്ചിട്ടില്ല. പിന്നെ എന്താണ് നബിമാർ അനന്തര സ്വത്താക്കി വിട്ടേച്ചത്? വഇന്നമാ വറസുൽ ഇൽം, നബിമാർ അനന്തരമാക്കിയത് ഇൽമാണ്, അറിവാണ്. വിശുദ്ധ ഖുർആനിലുള്ള, തിരുസുന്നത്തിലുള്ള ജ്ഞാനമാണ് അവർ അനന്തര സ്വത്താക്കി വിട്ടേച്ചത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആ അനന്തര സ്വത്ത് നേടിയവർ വലിയ ഒരു വിഹിതമാണ് നേടിയത് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഇൽമ്, അതിനെ ഓരോ പിൻതലമുറയിലും പെട്ട നീതിമാന്മാരായ, റബ്ബിനെ ഭയക്കുന്നതായ പണ്ഡിതന്മാർ അനന്തരമെടുക്കും. അപ്പോൾ ആ അനന്തര സ്വത്ത് ഇവിടെ നിലനിൽക്കും. പടച്ചോനെപ്പറ്റിയുള്ള പണ്ഡിതന്മാർ അതിനെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും, അനന്തരമെടുത്ത് നിലനിർത്തും. എന്നിട്ട് എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? യംഫൂന അൻഹു തഹ്രീഫ് അൽ ഗാലീൻ വൻതിഹാൽ അൽ മുബ്തിലീൻ വതഅ്വീൽ അൽ ജാഹിലീൻ. യൻഫൂന അൻ, ഈ ദീനാകുന്ന ഇൽമുണ്ടല്ലോ, അറിവുണ്ടല്ലോ, അതിൽ നിന്ന് ഈ പണ്ഡിതന്മാർ നീക്കും, നിരാകരിക്കും. എന്ത്? തഹ്രീഫ് അൽ ഗാലീൻ, തീവ്രവാദികളുടെ കോട്ടിമാട്ടലുകൾ, ദുർവ്യാഖ്യാനങ്ങൾ, കോട്ടിമാട്ടലുകൾ. വൻതിഹാൽ അൽ മുബ്തിലീൻ, നിരർത്ഥകന്മാരുടെ,
ബാത്തിലിൻ്റെ ആളുകളുടെ കക്ഷിത്വം അത് ഈ ദീനിനെ തൊട്ട് ഇൽമിനെ തൊട്ട് അവർ നിരാകരിക്കും. ജാഹിലീൻ, വിവരദോഷികളുടെ ദുർവ്യാഖ്യാനങ്ങളെയും പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഈ ദീനാകുന്ന ഇൽമിൽ നിന്ന് പോക്കിക്കളയും എന്നാണ്. അപ്പോൾ വിവരക്കേടിൻ്റെ വാക്താക്കൾ ദീനിനെ ദുർവ്യാഖ്യാനിക്കും. അപ്പോൾ ആ ദുർവ്യാഖ്യാനത്തെ നിഷ്കാസനം ചെയ്യുന്ന, അതേപോലെ തന്നെ ബാത്തിലിൻ്റെ ആളുകളുടെ കക്ഷിത്വം അത് ദീനിനെ തൊട്ട് നിരാകരിക്കുന്ന തീവ്രവാദികളുടെ കോട്ടിമാട്ടലുകളും ദുർവ്യാഖ്യാനങ്ങളും അതിനെ ദീനിനെ തൊട്ട് നിരാകരിക്കുന്നതായ, റബ്ബിനെ ഭയക്കുന്നതായ പണ്ഡിതന്മാർ ദീനാകുന്ന ഈ ഇൽമിനെ കാലഘട്ടങ്ങളിൽ അനന്തരം എടുത്തുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസുണ്ട്. സഹീഹുൽ ജാമിയിൽ ഷെയ്ഖ് അൽബാനി, അതേപോലെ മിഷ്കാത്തുൽ മസാബിഹിലൊക്കെ ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണത്. അപ്പം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കും. അപ്പോൾ ആ പണ്ഡിതന്മാരിലേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള മടക്കവും അവരിൽ നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളതായ വിജ്ഞാനം അന്വേഷിക്കലും വിധി തേടലും അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, വിധികൾക്ക് തീർപ്പുകളാണ്. അങ്ങനെ ചർച്ച ഭവിക്കപ്പെടുന്നതായ, സംസാരത്തിന് വിധേയമാക്കപ്പെടുന്നതായ മസലകളിൽ, വിഷയങ്ങളിൽ വൈജ്ഞാനികമായിട്ടുള്ളതായ നിലപാടുകളും ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ അനൈക്യത്തിന് വിരാമമായി, കക്ഷിത്വത്തിന് തീർപ്പായി മുസ്ലിമീങ്ങൾ ഒന്നിക്കുന്ന ഐക്യപ്പെടുന്നതായ അവസ്ഥകൾ സംജാതമാവുകയായി. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇതുപോലുള്ളതായ പല മാനദണ്ഡങ്ങളും ഉണർത്തുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ളതായ ദുആയും വിളിയും അത് നമ്മളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് ഹൃദയം വിറച്ച് വിറകൈകൾ വാനത്തേക്ക് ഉയർത്തി നിറകണ്ണുകൾ ആകാശത്തിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് ദുആയിരക്കേണ്ടതുണ്ട്. ഉപകരിക്കാത്ത അറിവുകൾ അത് പലരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്, ധ്രുവീകരണത്തിന് കാരണവുമാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ട്. മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന്. അപ്പോൾ ഉപകരിക്കാത്ത അറിവിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതേപോലെ ഷിർക്കിൽ നിന്നും ഷെക്കിൽ നിന്നും ഷിഖാഖിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, രക്ഷയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ട്. എന്താ ഷിർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഷെക്ക് സംശയങ്ങളും സന്ദേഹങ്ങളും ജനിക്കലാണ്, അത് നാശത്തിൻ്റെ തുടക്കമാണ്. ഷിഖാഖ് ഭിന്നതയും കക്ഷിത്വവുമാണ്. അപ്പോൾ ഷിർക്കിൽ നിന്നും ഷെക്കിൽ നിന്നും ഷിഖാഖിൽ നിന്നും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആയിരന്ന് ഈ സത്യത്തിൻ്റെ ആദർശത്തിൽ കാലുറപ്പുള്ളവരായി വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ, ആ ജീവിതത്തിൽ മരണം വരിച്ച് ആഖിറത്തിൽ അനുഗ്രഹീതരാകുവാൻ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് സ്ഥൈര്യം പകരുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ അവൻ്റെ ജന്നത്തിൽ നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.